നമസ്കാരം. മോദി വളർത്തിയെടുത്ത അദാനിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഗുജറാത്തിലെ ഒരു വ്യവസായി എങ്ങനെ ലോകം മുഴുവൻ പടർന്നു പിടിച്ച ഒരു വ്യവസായ ശൃംഖല ഉണ്ടാക്കി? ഒരിക്കൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ഒരു വ്യക്തി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ 12ാം വർഷം തികച്ചത് എങ്ങനെയാണ് എന്ന് കൂടിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അധികാരത്തിന്റെ ഇടനാഴികളും കോർപ്പറേറ്റ് ശക്തികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ജനാധിപത്യത്തെയും ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക അന്തരീക്ഷം. ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രാദേശിക വ്യവസായ ശൃംഖലയിൽ നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കോർപ്പറേറ്റ് ഭീമന്മാരിൽ ഒരാളായി അദാനി ഗ്രൂപ്പ് മാറിയത് വെറും ഒരു ബിസിനസ് തന്ത്രത്തിന്റെയോ വിപണി മികവിന്റെയോ മാത്രം ഫലമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷമാണ് അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക വളർച്ച അവിശ്വസനീയമായ വേഗത കൈവരിക്കുന്നത്. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഊർജ മേഖല, കൽക്കരി ഖനനം, പ്രതിരോധ നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം, സിമന്റ്, മാധ്യമങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സമസ്ത തന്ത്രപ്രധാന മേഖലകളിലും അദാനി ഗ്രൂപ്പ് നേടിയെടുത്ത ആധിപത്യം ബിസിനസ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. അദാനിയുടെ വളർച്ചയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു വ്യാഴവട്ട കാലം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്നാൽ ഈ വളർച്ചയുടെ പിന്നിൽ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള രാഷ്ട്രീയ പിന്തുണയും നയരൂപീകരണങ്ങളിലെ പ്രീണനവും ഉണ്ട് എന്ന വിമർശനം പ്രതിപക്ഷവും സാമ്പത്തിക വിദഗ്ധരും മാധ്യമങ്ങളും നിരന്തരം ഉയർത്തിയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ വസ്തുത? അമേരിക്കൻ കോടതിയിൽ ഗൗതം അദാനിക്കെതിരെ നിലനിന്നിരുന്ന ഗുരുതരമായ ക്രിമിനൽ കേസുകൾ US നീതിന്യായ വകുപ്പിന്റെ അടിയന്തര ഇടപെടലിലൂടെ അപ്രതീക്ഷിതമായി തള്ളപ്പെട്ട സംഭവത്തോടെ ഈ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലാണ് ഇത് സജീവമായിരിക്കുന്നത് കേട്ടോ. ഇതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത ആക്രമണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നു. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് തലവെച്ചു കൊടുത്ത പ്രധാനമന്ത്രി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ വിറ്റഴിക്കുകയായിരുന്നു എന്നും ഇതിന് വലിയൊരു വില തന്നെ ഇന്ത്യക്ക് ഭാവിയിൽ നൽകേണ്ടി വരുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾക്കപ്പുറം അമേരിക്കയിലെ കേസ് ഒതുക്കി തീർത്തതിന് പിന്നിൽ വൻ ദുരൂഹതകളും നിഗൂഢമായ നയതന്ത്ര നീക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അദാനിക്ക് വേണ്ടി മോദി എന്തും ചെയ്യുമെന്നുള്ള ഒരു ധ്വനി തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കും അത് വ്യക്തമാണ്. ഗൗതം അദാനി, അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി, സഹപ്രവർത്തകനായിട്ടുള്ള വിനീത് ജെയിൻ എന്നിവർക്കെതിരെയുള്ള ക്രിമിനൽ കുറ്റാരോപണങ്ങളാണ് അമേരിക്കൻ സർക്കാരിന്റെ തന്നെ അടിയന്തര ആവശ്യപ്രകാരം US കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് US ഡിസ്ട്രിക്ട് കോടതി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ റൂൾ 48A പ്രകാരമുള്ള പ്രത്യേക അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് വിചാരണ കൂടാതെ കേസ് പൂർണ്ണമായും അവസാനിപ്പിക്കുകയായിരുന്നു. US-ലാണ് ഇത് സംഭവിച്ചത് എന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അതായത് US-ന്റെ ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ട് നടത്തിയതാണ്. സെക്യൂരിറ്റീസ് ഫ്രോഡ് കോൺസ്പിറൻസി, വയർ ഫ്രോഡ്, സെക്യൂരിറ്റീസ് ഫ്രോഡ് തുടങ്ങിയ കടുത്ത കുറ്റങ്ങളാണ് അദാനിക്ക് മേൽ ചുമത്തപ്പെട്ടിരുന്നത്. വിചാരണ നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ കുറ്റങ്ങൾ അദാനിക്കെതിരെ വീണ്ടും ചുമത്താൻ കഴിയില്ല എന്ന വലിയ ആശ്വാസത്തിൽ തന്നെയാണ് അദാനി ക്യാമ്പ്. അതേസമയം US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് കുറ്റം സമ്മതിക്കാതെ തന്നെ സിവിൽ കേസുകൾ അവസാനിപ്പിക്കാൻ $1.8 കോടി അഥവാ ഏകദേശം $18 മില്യൺ അദാനി ഗ്രൂപ്പ് US സർക്കാരിലേക്ക് പിഴയായി കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ സൗരോർജ കരാറുകൾ നേടിയെടുക്കാൻ $265 മില്യൺ കൈക്കൂലി നൽകിയെന്നും അഴിമതി വിരുദ്ധ നിലപാടുകളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അമേരിക്കൻ നിക്ഷേപകരെയും ബാങ്കുകളെയും വഞ്ചിക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു 2024 US നീതിന്യായ വകുപ്പ് അദാനിക്കെതിരെ ചുമത്തിയ പ്രധാന കേസ്. എന്നാൽ അദാനി ഗ്രൂപ്പിനെതിരെ തുടർന്ന് അങ്ങോട്ട് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അപ്രതീക്ഷിതമായി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത്. അദാനി ഗ്രൂപ്പിനെതിരെ ഇത്തരം ഒരു ആരോപണം ആദ്യമേ ചുമത്തേണ്ടതില്ലായിരുന്നു എന്ന് US പ്രിൻസിപ്പൽ അസോസിയേറ്റ് ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ട്രെൻ മക്കേറ്റോവും പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. റൂൾ 48A പ്രകാരം വിചാരണ കൂടാതെ കേസ് പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്ത ഈ അമേരിക്കൻ നീക്കത്തിന് പിന്നിൽ വൻ നയതന്ത്ര ഒത്തുതീർപ്പുകളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്. വിചാരണ നേരിട്ടാൽ പുറത്തു വരാൻ സാധ്യതയുള്ള വമ്പൻ വിവരങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുമായി നിലനിൽക്കുന്ന തന്ത്രപ്രധാന ബന്ധങ്ങളും കണക്കിലെടുത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക നയതന്ത്ര വിട്ടുവീഴ്ചകളുടെ ഭാഗമായിട്ടാണ് അദാനി രക്ഷപ്പെട്ടത് എന്നാണ് വിലയിരുത്തലുകൾ.
ഇന്ത്യയിലെ ഏറ്റവും പ്രബലനായ ഒരു വ്യവസായിയെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഭരണകൂടം തന്റെ മുഴുവൻ ഭരണ നയതന്ത്ര സ്വാധീനവും ഉപയോഗിച്ചു എന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി കേന്ദ്ര സർക്കാരിന്റെ ഓരോ സാമ്പത്തിക നയരൂപീകരണങ്ങളും പരിശോധിച്ചാൽ അവയിൽ പലതും അദാനി ഗ്രൂപ്പിന്റെ വിപണി ആധിപത്യത്തെ സുഗമമാക്കുന്ന രീതിയിൽ തന്നെയാണ് തയ്യാറാക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ലാഭകരമായ പല വിമാനത്താവളങ്ങളും സ്വകാര്യവൽക്കരിച്ചപ്പോൾ വിമാനത്താവള നടത്തിപ്പിൽ മുൻപരിചയമില്ലാത്ത കമ്പനികൾക്കും ലേലത്തിൽ പങ്കെടുക്കാമെന്ന വ്യവസ്ഥ ഭരണകൂടം കൊണ്ടുവന്നു. ഈ പുതിയ നിയമത്തിന്റെ മറവിലാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ 6 വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം ചുരുങ്ങിയ സമയം കൊണ്ട് അദാനി ഗ്രൂപ്പിന് ലഭിച്ചത്. ഇതിനു പുറമെ കൽക്കരി ഇറക്കുമതിയിലെ കുത്തക, പവർ സെക്ടറിലെ പുതിയ പദ്ധതികൾ, ഗ്രീൻ എനർജി മിഷനുകൾ എന്നിവയെല്ലാം അദാനിയുടെ സാന്നിധ്യം കുത്തനെ ഉയരുകയാണ് ഉണ്ടായത്. അതായത് അദാനി 12 വർഷം കൊണ്ട് വലിയ രീതിയിൽ വളർന്നു എന്ന് സാരം. 2023 തുടക്കത്തിൽ അമേരിക്കൻ ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പിനെതിരെ പുറത്തുവിട്ട റിപ്പോർട്ട് ഓഹരി വിപണിയിൽ വലിയ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചിരുന്നു. ഓഹരി വിലകളിൽ കൃത്രിമം കാണിച്ചു, ഷെൽ കമ്പനികൾ വഴി വൻതോതിൽ പണം തിരിമറി നടത്തി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് ഹിൻഡൻബർഗ് അന്ന് ഉന്നയിച്ചത്. ഇതേ തുടർന്ന് അദാനി കമ്പനികളുടെ ഓഹരി മൂല്യം പകുതിയിലധികം കൂപ്പുകുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിലും രാജ്യത്തെ സാമ്പത്തിക വിപണിയെ നിയന്ത്രിക്കേണ്ട റിസർവ് ബാങ്കോ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ കാര്യക്ഷമമായ അന്വേഷണത്തിന് മുതിർന്നില്ല എന്നത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതുണ്ട്. വിപണി മാനദണ്ഡങ്ങളുടെ പരസ്യമായ ലംഘനങ്ങൾ നടന്നിട്ടും അന്വേഷണ ഏജൻസികൾ പാലിച്ച ഈ മൗനം ഭരണകൂടം അദാനിക്ക് നൽകുന്ന പൂർണ്ണ സംരക്ഷണത്തിന്റെ തെളിവായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യൻ വിദേശകാര്യ നയങ്ങൾ പലപ്പോഴും അദാനിയുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ടായിരുന്നു. അയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്ക, ബംഗ്ലാദേശ് കൂടാതെ ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളും ഊർജ കരാറുകളും അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നതിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഉന്നത തലത്തിലുള്ള നയതന്ത്ര സമ്മർദ്ദം നിർണായക പങ്കുവഹിച്ചതായിട്ട് അതാത് രാജ്യങ്ങളിലെ മുൻ ഭരണാധികാരികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യവുമുണ്ട്. ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ നയവും നയതന്ത്ര ബന്ധങ്ങളും ഒരു പ്രത്യേക വ്യവസായ ഗ്രൂപ്പിന്റെ ബിസിനസ് വിപുലീകരണത്തിനായി മാറ്റിവെക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഭവം തന്നെയാണ്. ഇവർ ഇതൊക്കെ വെറുതെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കൃത്യമായിട്ടുള്ള പാരിതോഷികം ലഭിക്കുക തന്നെ ചെയ്യും. ക്രോണി ക്യാപിറ്റലിസം അഥവാ പങ്കാളിത്ത മുതലാളിത്തം എന്ന പ്രതിഭാസത്തിന്റെ ഏറ്റവും ഭയാനകമായ രൂപമാണ് മോദി അദാനി ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സമ്പത്ത് മുഴുവൻ ഏതാനും ചില കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നൽകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വയം ഭരണാധികാരത്തിനും കടുത്ത ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. അന്വേഷണ ഏജൻസികളായിട്ടുള്ള ED, CBI, ഇൻകം ടാക്സ് എന്നിവയെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെയും വിമർശകരെയും വേട്ടയാടുകയും മറുഭാഗത്ത് ഭരണകൂടത്തിന് വേണ്ടപ്പെട്ട വ്യവസായികൾക്ക് എല്ലാവിധ നിയമപരമായ സംരക്ഷണ കവചവും ഒരുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഇരട്ടത്താപ്പ് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വിപണി വിശ്വാസ്യത തകർക്കുകയും വിദേശ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. അദാനി വളർന്ന കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ രാജ്യത്തിന്റെ അവസ്ഥയോ? രാജ്യത്തെ സാധാരണക്കാർ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും അനുഗ്രഹീതമായ വിലക്കയറ്റവും കൊണ്ട് വലയുമ്പോഴാണ് രാജ്യത്തിന്റെ പൊതു സ്വത്തുക്കളായിട്ടുള്ള തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വൈദ്യുതി വിതരണ ശൃംഖലകളും ഒരു സ്വകാര്യ കുത്തകയുടെ കൈകളിലേക്ക് ഒതുങ്ങിപ്പോകുന്നത്. മത്സരമില്ലാത്ത വിപണി സൃഷ്ടിക്കപ്പെടുന്നതോടെ ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾക്ക് അമിത വില നൽകേണ്ടി വരുന്നു. സെബിയും ജുഡീഷ്യറിയും അന്വേഷണ ഏജൻസികളും വരെ ഇത്തരം സന്ദർഭങ്ങളിൽ അനാസ്ഥ കാണിക്കുമ്പോൾ ജനാധിപത്യ ഭരണഘടന ഉറപ്പു നൽകിയിരുന്ന സമത്വവും നീതിയുമാണ് ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ കേസുകൾ വിചാരണ കൂടാതെ പെട്ടെന്ന് അവസാനിപ്പിച്ച സംഭവവും അതിന് പിന്നിൽ നടന്ന നയതന്ത്ര വിട്ടുവീഴ്ചകളും വിരൽ ചൂണ്ടുന്നത് വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും അറിയേണ്ട അപകടമാണത്. ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ടെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ പോലും മറികടക്കാൻ കോർപ്പറേറ്റുകൾക്ക് കഴിയുമെന്ന് ഇത് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിനായി പണയം വെക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ആത്മാഭിമാനവും പരമാധികാരവുമാണ്, അതും അമേരിക്കയുടെ കീഴിൽ. ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്നും അതിന് ഭാവി തലമുറ വലിയ വില നൽകേണ്ടി വരുമെന്നുമുള്ള മുന്നറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറക്കുക. ഒരുപക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യാൻ പലരും മടിച്ചേക്കാം. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, അദാനിയെ വളർത്തുന്നത് ഇപ്പോഴുള്ള BJP സർക്കാരാണ്. അതിന് കൃത്യമായിട്ടുള്ള പാരിതോഷികം അദാനിയിൽ നിന്ന് അവർ ഈടാക്കുന്നുണ്ട്.
അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇത് നമ്മളെ രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. നിങ്ങൾക്കും അതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.